ഗുഡ് ഈവനിങ്. ഉറങ്ങാൻ വരുമ്പോൾ ഒരു കഥ കേൾക്കുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാർക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത കുഞ്ഞിനെ പറ്റി ഒരു കഥ കേട്ടിരുന്നു. ആ കുഞ്ഞായിരുന്നു ബേബി മോസസ്, അല്ലെങ്കിൽ മോസസിനെ കുറിച്ചായിരുന്നു നമ്മൾ അന്ന് കേട്ട കഥ. മോശേനെ നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. ഫറവോൻ്റെ പുത്രി വന്ന് കണ്ട് എടുത്ത് തിരിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ അന്ന് ആ കഥ പക്ഷേ അതിന് ശേഷം ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ മോശയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ കുഞ്ഞ് വളർന്നു. അവൻ വളർന്നത് എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫറവോൻ്റെ കൂടെ തന്നെയാണ് വളർന്നത്. ആ കൊട്ടാരത്തിലാണ് വളർന്നത്. അപ്പോൾ അങ്ങനെ മോശ ഈ കൊട്ടാരത്തിലെല്ലാം വളർന്ന് അവിടെയുള്ള കാര്യങ്ങളും പഠിപ്പും കാര്യങ്ങളൊക്കെ മോശയ്ക്ക് കിട്ടിയെന്ന് നമ്മൾ പലയിടത്തും അറിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടിയ മോശ ഇപ്പോൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൻ്റെ ഈ സഹോദരന്മാർക്ക്, തൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്ത് ചെന്ന് അവർക്ക് എങ്ങനെയുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി മോശ ഒരു ദിവസം ഇറങ്ങി പുറപ്പെട്ടു. എബ്രായ ആൾക്കാരെല്ലാം അവിടെ ഈ മിസ്രൈമിൽ വന്നിട്ട് അടിമപ്പണി ചെയ്യണം. ഇവരെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, യോസേഫിൻ്റെ കാലത്ത് ആ വലിയ ക്ഷാമമുണ്ടായ സമയത്ത് വന്നതാണ്. അങ്ങനെ വന്ന് കാലങ്ങൾ കുറേ കഴിഞ്ഞ് ക്ഷാമമൊക്കെ മാറിയിട്ട് ഇവിടെ ആൾക്കാർ കൂടിക്കഴിഞ്ഞപ്പോൾ മിസ്രൈമിലുള്ള രാജാക്കന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ അടിമവേല ചെയ്യിക്കാൻ തുടങ്ങി. ആരെ? എബ്രായ ആൾ. അങ്ങനെയാണ് എബ്രായർ ഒത്തിരി പേര് അവിടെ ഉണ്ടാവുന്നു. മിസ്രൈമർ അവരുടെ മേലിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ മോശ ശരിക്കും ഒരു എബ്രായനാണ്. അപ്പോൾ അങ്ങനെയുള്ള മോശ നടന്നു പോയി ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാര്യം, രണ്ട് പേര് തമ്മിൽ വഴക്കുണ്ടാക്കുവാണ്. എന്താണ് വഴക്കെന്ന് നോക്കാൻ വേണ്ടി മോശ അടുത്ത് തരുന്നു. മോശ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഒരാളെ ഇരിക്കുന്നതാണ് മോശ കാണുന്നത്. അപ്പോൾ ഇവർ എന്താണ് എങ്ങനെയാണെന്നുള്ളത് മോശ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരാൾ എബ്രായനാണ്, ഒരാൾ മിസ്രൈമിനാണ്. മിസ്രൈമിനായിട്ടുള്ള ആൾ, അതായത് മോശ ഏത് രാജകൊട്ടാരത്തിലാണോ ജീവിക്കുന്നത്, ആ രാജകൊട്ടാരത്തിലെ ആ രാജാവിൻ്റെയും ആ നാടിൻ്റെയും ആയിട്ടുള്ള ആളാണ് ആര്? മിസ്രൈമിനായിട്ടുള്ള ആൾ അടിമയായിട്ടുള്ള എബ്രായനെ അടിക്കുന്നതാണ് മോശ കാണുന്നത്. അപ്പോൾ മോശ അത് കണ്ടപ്പോൾ വേറെ ചുറ്റും പുറന്ന് നോക്കി, ആരെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും കണ്ടില്ല. മോശ വേഗം പോയിട്ട് എബ്രായനെ അടിച്ച മിസ്രൈമിനെ ഇച്ച് കൊന്ന് മണലിൽ ചെയ്തു. എന്താ മോശ ചെയ്ത്? എബ്രായനെ വന്നിട്ട് ആരാ അടിച്ചുകൊണ്ടിരുന്നത്? എബ്രായക്കാരനായിട്ടുള്ള ഒരാളെ വന്ന് മിസ്രൈമനായിട്ടുള്ള ഒരാൾ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ മോശ ചെന്ന് സമാധാനം പറയാൻ പോകേണ്ട മോശ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് മോശ ഈ മിസ്രൈമിനെ അടിച്ച് കൊന്നു അവനെ മണ്ണിൻ്റെ അടിയിൽ മറവ് ചെയ്തു. ഇനി ആരും അവനെ കാണില്ല എന്ന് വിചാരിച്ച് മോശ ചെയ്തു. മോശ ഈ ചെയ്തത് ഒരിക്കലും കാര്യമായിരുന്നില്ല. മോശ ചെയ്തത് തെറ്റ് തന്നെയായിരുന്നു. പക്ഷേ മോശ അത് ചെയ്തു. അതിനുശേഷം മോശ ആരും ഇത് കണ്ടില്ല എന്ന് വെച്ച് മോശ പോയി. പിറ്റേ ദിവസം അവൻ വീണ്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യുന്നു നോക്കാൻ വേണ്ടി മോശ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും അതേപോലെ തന്നെ ഒരു വഴക്ക് മോശ വീണ്ടും കാണുകയാണ്. എന്താണ് വഴക്ക്? രണ്ട് പുരുഷന്മാർ തമ്മിൽ വഴക്കിടുകയാണ്. വഴക്കിട്ട് കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്തവനോട് മോശ ചോദിച്ചു, നിൻ്റെ കൂട്ടുകാരനുമായിട്ട് അടി ഉണ്ടാക്കണേ എന്തിനാണെന്ന് ചോദിച്ചു. ഈ ചോദിച്ച മോശയുടെ അടുത്ത് മറ്റേ ആൾ പറഞ്ഞു. എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവായിട്ടോ ഞങ്ങളുടെ ഒരു രാജാവായിട്ടോ ഞങ്ങളുടെ പേരിൽ ഒരു അധികാരം സ്ഥാപിച്ചോ ആരും കേട്ടില്ല. ഒരു മനുഷ്യനും നിന്നെ ആക്കിയിട്ടില്ല. നീ രാജാവും അല്ല, ഞങ്ങൾ ന്യായം വിധിക്കാനും ആരുമല്ല. തന്നെയല്ല, നീ കഴിഞ്ഞ ദിവസം ഒരു മിസ്രൈമിനെ കൊന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം മോശയ്ക്ക് കാര്യം മനസ്സിലായി. ചെയ്ത കാര്യം എല്ലായിടത്തും അറിഞ്ഞു എന്ന് മോശയ്ക്ക് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ള രീതിയായി. കാരണം മോശ അങ്ങനെ ഒരു കാര്യം ചെയ്തത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ കാര്യം എല്ലാവരും അറിഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിലെ രാജാവും അറിഞ്ഞു. തൻ്റെ രാജ്യത്തെ ഒരു മനുഷ്യനെയാണ് മോശ കൊന്നിരിക്കുന്നത്. അപ്പോൾ
രാജാവ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് മോശേനെ തപ്പിപ്പിടിച്ച് കൊല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കി. ഇത് മനസ്സിലാക്കിയപ്പോൾ മോശ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിന്ന് ഓടിപ്പോയി. ഇതുകൊണ്ട് ഓടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ രാജ്യത്ത് നിന്ന രാജാവ് അവനെ പിടിക്കും മാത്രമല്ല അവനെ കൊല്ലും. അപ്പോൾ അതുകൊണ്ട് അവൻ ആ രാജ്യത്ത് നിന്ന് വേറൊരു നാട്ടിലോട്ട് ഓടിപ്പോയി. അപ്പോൾ ഓടിപ്പോയ സ്ഥലത്തിൻ്റെ പേര് മിദ്യാൻ എന്നായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ഇവൻ ഓടിപ്പോയി അവിടെ ചെന്ന് ഒരു കിണറിൻ്റെ കരയിൽ ഇരിക്കുകയാണ്. ഒരു കിണറിൻ്റെ കരയിൽ. മക്കൾ കിണർ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം കുടിക്കാനും കുളിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മനുഷ്യർ ഉപയോഗിക്കുന്ന അവരവരുടെ വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് അവർ മണ്ണ് കുഴിച്ച് വെള്ളം കണ്ടെത്തി അങ്ങനെ വരുന്ന ഒരു സാധനമാണ് കിണർ. അപ്പോൾ അങ്ങനെ ഉള്ള ഈ മിദ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു കിണറിൻ്റെ അടുത്ത് പോയി മോശ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മോശ അവിടെ ഇരിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു പുരോഹിതന് 7 മക്കളുണ്ടായിരുന്നു. 7 പെൺമക്കളായിരുന്നു. അപ്പോൾ ഈ 7 പെൺമക്കൾ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്പന് കുറച്ച് ആടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആടുകളുണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുല്ല് കൊടുക്കണം, അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കണം. അപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയാണ് ഈ പെൺമക്കൾ അവിടെ വന്നത്. വെള്ളം കോരി അവർ കൊണ്ടുവന്ന പാത്രത്തിലൊക്കെ നിറച്ചു. അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ഉപയോഗിക്കുമ്പോഴുള്ള നമുക്കൊക്കെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് വെള്ളം കിട്ടില്ലേ? അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നതായിട്ട് അറിവില്ല. അപ്പോൾ അന്ന് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് പോലെയുള്ള ഒരു സാധനം കൊണ്ട് ഒന്നല്ലെങ്കിൽ അത് വെള്ളത്തിൽ മുക്കി വെള്ളം കോരി വലിച്ചെടുക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പ് പോലെ ഉണ്ടാവും ഈ കിണറ്റിലോട്ട് ഇറങ്ങാൻ വേണ്ടി. അവിടെ ഇറങ്ങി വെള്ളം കോരിയെടുക്കുന്ന രീതിയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഇങ്ങനെ ഏതോ ഒരു വിധത്തിൽ ഈ വന്ന പെൺകുട്ടികൾ അവരുടെ ആടിന് വേണ്ടിയുള്ള വെള്ളം അവർ കൊണ്ടുവന്ന പാത്രത്തിൽ നിറച്ചു. അങ്ങനെ അവർ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആട്ടിടയന്മാർ വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി. എന്താ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇവർ അവിടെ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഈ ആട്ടിടയന്മാരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ഈ പെൺകുട്ടികളെ ഹെൽപ്പ് ചെയ്തു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിച്ച് അങ്ങനെ മോശ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ മോശ ഒരു ഹെൽപ്പ് അവിടെ ചെയ്തു. അതിനുശേഷം വീട്ടിലോട്ട് മടങ്ങിച്ചെന്നു. അപ്പോൾ അവിടെ ഇവരുടെ അപ്പനായിട്ടുള്ള ആൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ സാധാരണ പോകുന്ന സമയത്തല്ലല്ലോ, സാധാരണ നിങ്ങൾ ആടിനെ കൊണ്ടും പാത്രം കൊണ്ടും പോയി കഴിഞ്ഞാൽ വരാൻ ഒത്തിരി നേരം എടുക്കും, പക്ഷേ ഇന്ന് പെട്ടെന്ന് വന്നല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങളെ സഹായിക്കാൻ ഇന്ന് ഒരാൾ അവിടെ കിണറ്റിൻ്റെ കരയിലുണ്ടായിരുന്നു, അയാൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അപ്പൻ, 7 പെൺമക്കളുടെ അപ്പൻ ചോദിച്ചു, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നില്ല? അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമല്ല, ആ അപ്പൻ ആ പെൺകുട്ടികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ മിസ്രൈമിനെ, അവർ പറഞ്ഞത് ഒരു മിസ്രൈമിനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞത്, ആ മിസ്രൈമിനായിട്ടുള്ള ആളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക, അവന് നമ്മളിന്ന് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഇവർ ചെന്ന് മോശേനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. മോശ അവിടെ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. ഇവിടെ മോശ പോയ 3 സ്ഥലത്തും ഉണ്ടായില്ലേ? ആദ്യത്തെ സ്ഥലത്ത് വഴക്കുണ്ടായത് ദേശം ചുറ്റു കാണാൻ വേണ്ടിയുള്ള രീതിയിൽ പോയപ്പോൾ 2 പേര് വഴക്കിടുന്നത് കണ്ടു. പിന്നെ അവിടെ മോശ തെറ്റ് ചെയ്തു. രണ്ടാമത്തെ തവണയും അടുത്ത ദിവസം മോശ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ പോയപ്പോഴും മോശ കാണുന്നത് എന്താണ്? വഴക്കിടുന്നതാണ് കാണുന്നത്. അവിടെ കാര്യങ്ങൾ ചോദിക്കാൻ പോയപ്പോഴാണ് പ്രശ്നമായിട്ട് മോശ അവിടെ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് മോശ പുതിയ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴും കാണുന്നത് വഴക്ക്. അപ്പോൾ ഈ വഴക്കുണ്ടായ സമയത്ത് 3 സമയത്തും വഴക്കുണ്ടായപ്പോൾ മോശ അതിനെ എടുത്ത രീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. 3 സമയങ്ങളിൽ 3 വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ 3 ദിവസങ്ങളിലാണ് ഈ വഴക്കുകൾ നടക്കുന്നത്. ഈ വഴക്കുകൾ നടക്കുമ്പോൾ ഒക്കെ മോശയുടെ സൈഡിൽ മോശ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെ കൊല്ലാനുള്ള അധികാരം ആർക്കുമില്ല. അപ്പോൾ മോശ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ വഴക്ക് നടക്കുന്ന സാഹചര്യത്തിലും മോശ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് 2 പേര് തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ മൂന്നാമത്തെ ഒരാളായിട്ട് ചെന്ന് നിന്ന് അതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് മോശ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ തവണ മോശ ചെയ്തത് തെറ്റാണ്, പക്ഷേ 2ാമത്തെ തവണ ഹെൽപ്പ് ചെയ്യാൻ ചെന്നപ്പോൾ അത് പ്രശ്നമായി. 3ാമത്തെ തവണ ഹെൽപ്പ് ചെയ്തപ്പോൾ അത് നല്ല രീതിയിൽ വന്നു. മക്കൾ ചിന്തിച്ചു ഇതെന്താ കാണിക്കുന്നതെന്നുള്ളത്. ഇത് ഒരു ലീഡറിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എന്താണ് ക്വാളിറ്റി? വഴക്കുകൾ ഉണ്ടാവുമ്പോൾ ആ വഴക്കുകൾ
തീർക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സ്വഭാവം ലീഡ് ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളെ കെയർ ചെയ്യുന്ന, ഒരു കൂട്ടം ആളുകളെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഒരു ആളെ പറയുന്ന പേരാണ് നമ്മൾ ലീഡർ. ലീഡർ ഇപ്പം നമുക്ക് ക്ലാസ്സിലൊക്കെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. അവരുടെ പരിപാടി എന്താണ്? അവർ വന്ന് ഈ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് വന്ന് ക്ലാസ്സിലെ ബുക്കുകൾ കളക്ട് ചെയ്യുക, മിസ്സിനെ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ തന്നെ പിള്ളേർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുക, മിണ്ടാണ്ടിരിക്കണം എന്നുള്ളത് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അതിന് വേണ്ടിയാണ് നമ്മൾ സ്കൂളിൽ ക്ലാസ്സിൽ റെപ്രസെൻറ്റേറ്റീവിനെ വെക്കുന്നത്. അവരെ നമ്മൾ കാണുന്ന ഒരു ലീഡർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു ലീഡറിൻ്റെ ക്വാളിറ്റിയാണ്, പല ക്വാളിറ്റീസ് ലീഡറിന് വേണം. അതിലൊരു ക്വാളിറ്റിയാണ് ഈ വഴക്ക് കാണുമ്പോൾ അത് കറക്റ്റാക്കിയിട്ട്, ആ വഴക്കില്ലാത്ത രീതിയിൽ കറക്റ്റാക്കിയിട്ട് പോകണം. എന്നും വിചാരിച്ച് മോശം ചെയ്ത പോലെ അടിച്ച് കൊല്ലണം എന്നൊന്നും അല്ല പറഞ്ഞത്. ഓക്കെ, അത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യരുത്. അങ്ങനെ ആരെയും കൊല്ലാതെ, ആരെയും മുറിപ്പെടുത്താതെ സത്യത്തിൻ്റെ നിലയ്ക്ക് കറക്റ്റായിട്ട് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ മോശ അങ്ങനെ രണ്ടാമത്തേലും മൂന്നാമത്തേലും ചെയ്യാൻ മോശയ്ക്ക് ട്രൈ ചെയ്തു. ആദ്യത്തേലും മോശയ്ക്ക് തെറ്റുപറ്റി, ബാക്കി രണ്ടിടത്തും മോശ ബെറ്ററായിട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ എന്തെടുക്കരുത്? ഒരിക്കലും ഒരാളെ അടിക്കാനോ നോവിക്കാനോ കൊല്ലാനോ നമുക്കാർക്കും അധികാരമില്ല. അപ്പോൾ വഴക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മോശ ചെയ്ത ഒരു കാര്യമുണ്ട്. വഴക്ക് വന്ന സമയത്ത് ഇപ്പോൾ ആ വഴക്കിൽ നിന്ന് വിട്ടോടിപ്പോകുന്ന ഒരു ശീലം മോശ കാണിച്ചില്ല. പകരം മോശ എന്താ ചെയ്തേ? മോശ ചെയ്തത് അവരെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ മോശ നോക്കി. അപ്പോൾ എവിടെ വഴക്ക് കണ്ടാലും നമ്മൾ ഒന്നല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാൻ നോക്കണം. ആ വഴക്ക് വീണ്ടും വലിയ വഴക്കാക്കാൻ നോക്കരുത്. പകരം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കണം. അത് എന്തിൻ്റെ ക്വാളിറ്റിയാണ്? ലീഡർഷിപ്പ് നന്നായിട്ടുള്ള ഒരാളുടെ ക്വാളിറ്റിയാണ്. ഇനി അങ്ങനെ ഒരാളെ കണ്ടാൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇന്ന് പലർക്കും വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴക്ക് തീർക്കാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റിയുള്ള ആളുകൾക്ക് ഇത് ചെയ്യാനൊരു പ്രത്യേകമായ കഴിവുണ്ടാവും. ആ കഴിവ് മോശയ്ക്കുണ്ടായിരുന്നു. അത് പിന്നീട് നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. മോശയുടെ ഈ കഴിവ്, ലീഡ് ചെയ്യാനുള്ള കഴിവ്. ഒരു ലീഡറിന് പല ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ മറ്റുള്ളവരുടെ ഭാഗം കേട്ട് അവരുടെ വഴക്കുകൾ പരിഹരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ഞാനിന്ന് ഈ കഥ പറഞ്ഞതെന്നറിയാമോ? മക്കളുടെ വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ടോ? വഴക്കുകൾ ഉണ്ടാവുമ്പോൾ ചില സമയത്ത് മക്കളുടെ അനിയൻ വന്നിട്ട് പറയും, അമ്മേ ചേട്ടൻ എന്നെ അടിച്ചു. അല്ലെങ്കിൽ മക്കൾ പോയി പറയും, അമ്മേ അനിയൻ വന്ന് എന്നെ അടിച്ചു, അനിയത്തി വന്ന് എന്നെ അടിച്ചു. പറയാറുണ്ടോ അങ്ങനെ? അപ്പോൾ ഇങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരുടെ ഭാഗത്താണ് നേര് എന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ നിൽക്കണം. അവിടെ നിന്നുകൊണ്ട് അതിനെ നമ്മൾ ഇതാക്കണം. അതിത്തിരി പാട് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ആ രീതിയിലോട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും. ദൈവം എടുത്തുപയോഗിക്കുന്നു ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ പിന്നീട് ബൈബിളിൽ നോക്കുമ്പോൾ മോശേനെ ദൈവം എടുത്തുപയോഗിച്ച രീതികൾ അത്ര വലുതാണ്. കാരണം മോശയിൽ ഈ ഒരു ക്വാളിറ്റി തൻ്റെ കൂടപ്പിറപ്പുകൾക്കും തൻ്റെ ഒപ്പമുള്ളവർക്കും വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങൾ, അവരെക്കുറിച്ച് എപ്പോഴും ഒരു ചിന്ത ആർക്കുണ്ടായിരുന്നു? മോശയ്ക്കുണ്ടായിരുന്നു. ആ ഒരു കാര്യം മോശേനെ ദൈവം വലിയ രീതിയിൽ ഉപയോഗിച്ചു. മോശേനെ ദൈവം വലിയ രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കളുടെ ആവശ്യ സമയങ്ങളിൽ അവരെ നടത്താൻ വേണ്ടി ഒരു ലീഡറായിട്ട്, ദൈവം നിയോഗിച്ച ഒരു ലീഡറായിട്ട് മോശ വന്നു. കുറേ കാര്യങ്ങൾ അവിടെ അന്ന് നടന്നു. അപ്പോൾ അത് നമുക്ക് കഥകളായിട്ട് പറയാം. അത് ഒത്തിരി പറയാനുണ്ട്. അങ്ങനെ കഥയായിട്ട് പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാം. ഇടയ്ക്കിടയ്ക്ക് അത് നമ്മൾ കഥകളായിട്ട് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ലീഡറായിട്ട് നിങ്ങളെ ആരെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളൊരു റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി കാണിക്കണം. ആ ക്വാളിറ്റിയിൽ ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. നേരായ കാര്യത്തിന്, സത്യമായ കാര്യത്തിന് നമ്മൾ നിൽക്കണം. തെറ്റായ കാര്യത്തിന് നമ്മൾ നിൽക്കാൻ പാടില്ല. അത് നമ്മളൊരു ദൈവിക വിശ്വാസി, യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു കാലത്തും തെറ്റായ കാര്യത്തിന് നമ്മൾ നിൽക്കാൻ പാടില്ല. ആയ കാര്യം നമ്മൾ ചെയ്യാനും പാടില്ല. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.